رجائي يا رجائي. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരിമാരെ, നോട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മുഅ്മിനീങ്ങളായ ആണുങ്ങൾ അവരുടെ നോട്ടത്തെ സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് 31-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സഹോദരിമാര്, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ അവരുടെ നോട്ടങ്ങളെയും അവരുടെ ഗുഹ്യഭാഗങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് ആരുടെയൊക്കെ മുമ്പിൽ ഏതൊക്കെ രീതിയിൽ പ്രത്യക്ഷപ്പെടാം, ആരൊക്കെയാണ് കാണാൻ പറ്റുന്ന ആളുകൾ, പറ്റാത്ത ആളുകൾ എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് ആ മുഖങ്ങൾ വല്ലാതെ പറയാതെ നേരെ വിഷയത്തിലേക്ക് പോകാം. സൂറത്ത് നൂർ 31-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وَلْيَضْرِبْنَ بِخُمُرِهِنَّ عَلَى جُيُوبِهِنَّ وَلَا يُبْدِينَ زِينَتَهُنَّ إِلَّا لِبُعُولَتِهِنَّ أَوْ آبَائِهِنَّ أَوْ آبَاءِ بُعُولَتِهِنَّ أَوْ أَبْنَائِهِنَّ. ഇവിടെ നേരത്തെ ആണുങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് ഡയറക്റ്റ് ആയിട്ട് പറയണം. വഖുൽ, തങ്ങളെ അങ്ങ് പറയണം, ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളോട് പറയണം, വിശ്വാസിനികളായ സ്ത്രീകളോട് അവിടുന്ന് പറയണം, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകളെ ചുമ്മാ പറയണം. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഅ്മിനീങ്ങളായ ആണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയാണ് പെണ്ണുങ്ങളോട് നിങ്ങൾ അങ്ങനെ പറയണം. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാനും പറയണം. വലാ യുബ്ദീന സീനത്തുഹുന്ന, അവർ വെളിവാക്കരുത്, സീനത്തുഹുന്ന, അവരുടെ ഭംഗിയെ, ഇല്ലാ മാ ളഹറ മിൻഹാ, അതിൽ നിന്ന് വെളിവായി പോകുന്നത് ഒഴികെ. വിശദീകരിക്കാം. വല്യദിരിബിന, അവര് താഴ്ത്തിയിടട്ടെ, ബിഹുമുരിഹിന്ന, അവരുടെ തലമറക്കുന്ന വസ്ത്രം കൊണ്ട്, അലാ ജിയൂബിഹിന്ന, അവരുടെ വസ്ത്രത്തിന്റെ മേൽഭാഗത്തേക്ക്. പിന്നെയോ വലായുബ്ദീന, അവർ വെളിവാക്കരുത്, സീനത്തുഹുന്ന, അവരുടെ ഭംഗിയെ, ഇല്ലാ ലിബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അല്ലാതെ. ഇപ്പൊ ഭർത്താക്കന്മാരുടെ മുമ്പിലാണ് പൂർണ്ണമായിട്ടും അവർക്ക് ഭംഗി വെളിവാക്കാനുള്ള അവകാശം. ഇനി ഔ ആബായിഹിന്ന എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെളിവാക്കുന്ന അത്ര തന്നെ വെളിവാക്കാൻ പറ്റുമോ? ഇല്ല, അത്ര പറ്റൂല. നേരത്തെ പറഞ്ഞു നമ്മൾ, അവര് വെളിവായി പോകുന്ന സ്ഥലം അത് കാണാം. ആർക്ക് കാണാം? ഔ ആബായിഹിന്ന, അവരുടെ പിതാക്കര്, അവരുടെ ബാപ്പമാര്, ഉപ്പമാരുടെ മുമ്പിൽ. ഔ ആബായി ബുഊലതിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ബാപ്പമാരുടെ മുമ്പിൽ. ഔ അബ്നായിഹിന്ന, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ, വിശ്വാസിനികളുടെ മക്കളുടെ മുമ്പിൽ. ഔ അബ്നായി ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെ മുമ്പിൽ. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ്, സഹോദരന്മാരുടെ മുമ്പിൽ. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരുടെ മക്കളുടെ മുമ്പിൽ. ഔ ബനി അഖ്വാത്തിഹിന്ന, അല്ലെങ്കിൽ സഹോദരിമാരുടെ, അനിയത്തി ജ്യേഷ്ഠത്തികളുടെ മക്കളുടെ മുമ്പിൽ. ഔ നിസായിഹിന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ അഥവാ അവരുടെ കൂട്ടുകാരികളും മറ്റുമൊക്കെ, അയലോക്കത്തൊക്കെ ഉള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കൂട്ടുകാരികളായ സ്ത്രീകൾ, അവരുടെ മുമ്പിൽ. അല്ലാതെ അവർ വെളിവാക്കരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഔ മലക്കത്ത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ അവര് ഉടമയാക്കി വെച്ചിരിക്കുന്ന അടിമകളുടെ മുമ്പിൽ. പഴയകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് വിശദീകരിക്കാം. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബ മിനർ റിജാലി അവിത്തിഫില അല്ലദീന ലഹും ലം യദ്ഹറു അല ഔറാത്തിൻ നിസാ. അവിത്താബിഈന,
അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ അവരെങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ആണുങ്ങളാണ്. ആണുങ്ങളെ കൂട്ടത്തിൽ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 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 സ്ത്രീയുമായിട്ട് ഒരു 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 ബന്ധം പുലർത്തണം, ശാരീരിക ബന്ധമൊക്കെ ഉണ്ടോ, അങ്ങനത്തെ വിചാരങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ അവരുടെ മുമ്പിലും, അല്ലെങ്കിൽ അവിത്തുഫിലി കുട്ടികളുടെ മുമ്പിൽ, അല്ലദീന എങ്ങനത്തെ കുട്ടികൾ നിസായി, ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്ത്രീകളുടെ ഔറത്തുകളെ കുറിച്ച്, പെണ്ണുങ്ങളുടെ ഔറത്ത് എന്താണെന്നില്ലേ ബോധ്യമൊന്നുമില്ല. അത്ര ചെറിയ മക്കൾ അവരുടെ മുമ്പിലും. പിന്നെയോ വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യഖ്ഫീന മിൻ സീനതിഹിന്ന വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലേ? വലാ യദ്രിബ്ന, അവർ വെളിവാക്കരുത്, ബിഅർജുലിഹിന്ന, അവരുടെ കാലുകളെ, ലിയുഅലമ മാ യഖ്ഫീന, അവർ മറച്ചു വെച്ച സൗന്ദര്യങ്ങളെ വ്യക്തമാക്കാൻ, വെളിവാക്കാൻ, മിൻസീനത്തിഹിന്ന, അവരുടെ ഭംഗിയിൽ നിന്ന് അവര് മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളെ അവര് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. വതൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനേക്കുള്ള തൗബ ചെയ്ത് മടങ്ങണം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്ന ആളുകളായി മാറാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. ഇനി നമുക്ക് ഓരോന്നിങ്ങനെ ഒന്ന് വിശദീകരിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ടോട്ടൽ 12 വിഭാഗം ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ആ 12 ആളുകളുടെ മുമ്പിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ടുന്ന ഔറത്തുകളെ കുറിച്ച് പറയുകയാണ്. അല്ലേ? പെണ്ണിന് എന്തെങ്കിലും കുറച്ച് ഔറത്തുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് വെളിവായി പോകുന്നത് കാണാൻ പറ്റുന്നത് ഇവരാണ്. ഇവരല്ലാത്ത ആരൊക്കെയുണ്ടോ ഇവര് കെട്ടുബന്ധം, വിവാഹബന്ധം ഹറാമായ ആളുകളാണ്. ഈ ഭർത്താവല്ലാത്ത ശേഷം വരുന്ന ബാക്കി 11 ആളുകൾ ഭർത്താവിന് എന്തായാലും കാണാമല്ലോ. അല്ലാത്ത ആളുകൾ, അല്ലാത്ത നമ്മൾ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ശരി, നമ്മുടെ നാടുകളിൽ പുതുതായിട്ട് കടന്നു വരുന്ന ഒരു കാര്യമാണ് കസിൻ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട്. അല്ലേ? ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ മുമ്പിൽ അവർക്ക് ഈ പരിധിയിൽ വരുമോ? പരസ്പരം കാണാനും മിണ്ടാനും അടുത്തിരിക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നവരാണോ എന്നുള്ള ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞത് എന്താണ്? വഖുലിൽ മുഅ്മിനീന യഗ്ളുദുന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന. അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളുടെ നോട്ടങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നോട്ടം വലിയ പ്രശ്നം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയണേ. നമ്മൾ ചില കല്യാണ വീടുകളിലൊക്കെ ചെന്നാൽ അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും സ്ത്രീകൾ പോരുന്നൊന്നുമില്ല. പിന്നെ അവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്, വല്ല നേർച്ചയൊക്കെ ഇട്ടതുപോലെ. എന്തേ? ഒന്നുമില്ല, പുതിയ എണ്ണ എന്നെ തേടിയിട്ട് പുതിയാപ്പിള വരാനേക്കണം. അപ്പൊ ഇനി പുതിയാപ്പിളനെ കണ്ട് കുറച്ച് കൊമൻസ് ഒക്കെ പറഞ്ഞിട്ട് പോകാം. അയാളുടെ മുഖത്തെക്കുറിച്ചും അയാളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അയാളുടെ ശരീരത്തിന്റെ ആ ഒരു വടിവിനെ കുറിച്ചും ആ ഒരു അഴകിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു യോജിക്കോ ഒക്കെ നോക്കി എന്നിട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, പിന്നെന്തേ അത് പുതിയാപ്പിള എത്തിയിട്ടില്ല എന്ന് പറയും. സത്യത്തിൽ നമുക്കിത് കാണേണ്ട ആവശ്യമുണ്ടോ? നമുക്കിത് കാണേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഭർത്താവിനെ അല്ലേ നമ്മൾ കാണേണ്ടതുള്ളൂ. കണ്ണിനെ ചുമ്മാനാ പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നോട്ടം പോകുന്നത് സൂക്ഷിക്കണം. കല്യാണത്തിന് വിളിച്ചാൽ കല്യാണമൊക്കെ കൂടിയിട്ട് ഉഷാറായിട്ട് പോരുക. അവിടെ പിന്നെ ഇങ്ങനെ പുതിയാപ്പിളയും പുതിയണ്ണും ഫോട്ടോ എടുക്കുന്നതും അവിടെ ഇങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അള്ളാഹുവിനെയും റസൂലിനെയും സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണത്. അവരായി അവരുടെ ലൈഫായി നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലത്ഫിൻ വആഫിയ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുക. അല്ലേ? നമുക്ക് അത്ര നിർദ്ദേശമുള്ളൂ. അല്ലാതെ ഒരു ഏതെങ്കിലും നാട്ടിലെ ഒരു പെണ്ണിന്റെ പുതിയാപ്പിളയെയും പുതിയാപ്പിളിന്റെ കൂടെ വരുന്ന ചെക്കന്മാരെയും കണ്ട് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും നമുക്ക് വകുപ്പില്ല.
അപ്പൊ നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന സിനിമകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന വിഷ്വലുകൾ, നമ്മൾ യാത്രയിൽ കാണുന്ന ആളുകൾ, നമുക്കതങ്ങനെ കുറച്ച് അയക്ക് തോന്നുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ നോക്കരുത്, കണ്ണുകളെ താഴ്ത്തിയിടണം. കണ്ണുകളെ താഴ്ത്തിയിടണം എന്നാ പറഞ്ഞത്. ഒരിക്കലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയാണ്. അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തിലെ ഉമ്മു സലമ ബീവി ഒരു ഭാഗത്തുണ്ട്, ഇപ്പുറത്ത് മൈമൂന ബീവിയുണ്ട്. ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരിലേക്ക് രണ്ട് കണ്ണും കാണാത്ത സ്വഹാബിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു കടന്നു വരുന്നത്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോട് പറയണേ, നിങ്ങൾ അവർക്കൊക്കെ മറച്ചോളൂ, നിങ്ങൾ കണ്ണൊക്കെ ചിമ്മിക്കോളൂ, ഒന്ന് മാറിയിരുന്നോളൂ എന്ന്. അപ്പൊ അവിടുന്ന് ഭാര്യമാര് ചോദിക്കാണ്, തങ്ങളെ അതിന് അബ്ദുല്ലാക്ക് ഞങ്ങളെ കാണൂലല്ലോ, അയാൾ കണ്ണ് കാണാത്ത ആളല്ലേ എന്ന് ചോദിച്ച സമയത്ത് മുത്തനബി പറയണേ, നിങ്ങൾക്ക് അയാളെ കാണൂലേ? ആൾക്ക് ഇങ്ങോട്ട് കാണണ്ടല്ലോ. ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയോ? ചില ഈ മുഖപട ഇട്ട ബുർക്കയൊക്കെ ഇട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഓലെ വിചാരം ഇങ്ങോട്ട് കാണാക്കലാണ് ഹറാമ് എന്നാണ്. ഞങ്ങൾക്ക് എല്ലാവരും കാണാം, കണ്ണ് ഓപ്പണാണല്ലോ. അതുകൊണ്ട് ഓൽക്ക് എന്തും കാണാം, അന്യ സ്ത്രീകളെയും അന്യ പുരുഷന്മാരെയൊക്കെ ആസ്വദിച്ച് കാണാം. ഇങ്ങോട്ടുള്ള നോട്ടം മാത്രമാണ് ഹറാമ്, അങ്ങോട്ട് നോക്കാം എന്ന് തെറ്റിദ്ധരിച്ച കുറച്ചെങ്കിലും ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പാടില്ല. മിനാത്തുകളായ പെണ്ണുങ്ങളോട് കണ്ണുകൾ അടക്കാൻ പറയണം. ഹറാമായ അന്യരായ ആണുങ്ങളെ കാണുമ്പോൾ നിങ്ങളെ കണ്ണുകൾ നിങ്ങൾ ചിമ്മണം. ഇങ്ങോട്ട് കാണില്ലല്ലോ എന്ന് കരുതി ഒട്ടകപക്ഷിന്റെ സ്വഭാവം എടുക്കരുത്. അങ്ങോട്ടുള്ള കാഴ്ചയെ നമ്മൾ തടയണം എന്ന് ചുരുക്കം, ഇല്ലേ? അങ്ങനെ അപ്പൊ ആ ഒരു നോട്ടത്തെ നമ്മൾ സൂക്ഷിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഗുഹ്യഭാഗങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുക, ഹറാമിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കുക. നല്ലോണം നമ്മൾ കരുതിയിരിക്കണം. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പറയുന്നത് വലായുബദീന സീനതുഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. നിങ്ങളെ ശരീരത്തിൽ നിന്ന് വെളിവായി പോകുന്നത്, കാറ്റടിച്ചോ അല്ലെങ്കിൽ നമ്മൾ ജോലി സമയത്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊന്ന് മാക്സിയൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് മേലേക്ക് കുത്തും, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കൈയൊക്കെ ചിലപ്പോൾ കുറച്ചൊന്ന് കയറ്റിന്ന് വരും. അത്തരം സന്ദർഭങ്ങളിൽ ആ ഔറത്തുകൾ ആർക്കേ കാണാൻ പാടുള്ളൂ? അതാണ് പറയാൻ പോകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ആർക്കൊക്കെ കാണാം, കാരണം അതും ഔറത്താണല്ലോ. സ്ത്രീയുടെ ശരീരം ഔറത്താണ്, മുടി പോലും ഔറത്താണെന്നാണ് നമ്മളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷെ അതിൽ നിന്ന് ചിലതൊക്കെ ഒഴിവുണ്ട്. ചില ആൾക്കാരുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാം മറക്കേണ്ടതില്ല. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച. ബാക്കിയുള്ളതൊക്കെ എല്ലാവരും മുമ്പിലെത്തുമ്പോൾ ബാക്കിയെല്ലാം ഔറത്താണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതിൽ നിന്ന് വെളിവായി പോകുന്നത് ഒഴികെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വല്യദരിബിന ബിഖുമരിഹിന്ന, തട്ടങ്ങളെയൊക്കെ, അല്ലെ? ഹുമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നമ്മുടെ തലഭാഗം മറക്കുന്ന വസ്ത്രം, അതുകൊണ്ട് നിങ്ങൾ താഴ്ത്തിയിടണം. അല ജിയൂബിഹിന്ന, നിങ്ങളുടെ വസ്ത്രത്തിന്റെ മേൽഭാഗത്തെ. അപ്പൊ ഷാൾ ഇടുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ താഴ്ത്തി കിട്ടാൽ ചിലപ്പം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കാണുന്ന നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗവും അങ്ങോട്ട് താഴെ ഭാഗമൊക്കെ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ആ വസ്ത്രധാരണ രീതി ശരിയല്ല. ചില സഹോദരിമാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവിടത്തൊക്കെ മൊത്തം കാട്ടി നടക്ക് നിൽക്കുന്നതാണ്, തലയിൽ തട്ടം തന്നെ ഉണ്ടാവൂല. അത് പാടില്ല. അന്യരായ ആൾക്കാർ അങ്ങനെ കാണുന്നത് ഹറാമാണ്. ഉമ്മമാരെ, നിങ്ങളുടെ മുടി അന്യരായ ആൾക്കാരെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ളതല്ല. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത്? അതിങ്ങനെ ഇങ്ങനെ നമ്മളൊരു മലപ്പുറം അല്ലെങ്കിൽ മലബാർ സ്റ്റൈലാണ്, തട്ടിട്ടിട്ട് ഇങ്ങനെ ഒരു കെട്ടല്, അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ കാണും. അതുണ്ടാകരുത് എന്നാ പറയുന്നത്. ജോലി സമയത്ത് ചിലപ്പം അത് വെളിവാകും, അല്ലാത്ത സമയത്ത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചിലപ്പം ഇപ്പൊ പുതിയ ഫാഷനൊക്കെ ഇറങ്ങി തോന്നുന്നുണ്ട്. ചില കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ഒരു ടർബൻ എന്തോ പേരൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ കെട്ടുന്നത് പോലെ കാണാം. പാടില്ല. ചില ആൾക്കാരെ കെട്ടിയതൊക്കെ കണ്ടാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവരെ ശരീരത്തിന്റെ വടിവ് ശരിക്കും ഇങ്ങനെ കാണുന്നുണ്ട് എന്ന്. ഉർലിൻ പർദ്ദന്റെ പരസ്യം തന്നെ 1001 പരം മോഡൽ എന്നൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർദ്ദയിട്ടാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക,
പർദ്ദ ഇടുക എന്നുള്ളതല്ല. നിങ്ങളെ ശരീരത്തിന്റെ സ്ട്രക്ചറൊക്കെ കാണുന്ന രീതിയിലുള്ള പർദ്ദയാണെങ്കിൽ അത് ഹറാമു തന്നെയാണ്. പർദ്ദ ഇട്ടുകൊണ്ടല്ലോ എന്ന് പറയും. പർദ്ദ ഇടുക എന്നുള്ളതല്ല. അങ്ങനെയല്ല. പർദ്ദ ഇടുമ്പോൾ ആ ഇട്ട പർദ്ദ നിങ്ങൾ ശരീരത്തിന്റെ ലാവണ്യവും സ്ട്രക്ചറും കാണുന്നുണ്ടെങ്കിൽ അത് ഹറാമിലേക്കാണ്. വസ്ത്രം ധരിച്ചിരിക്കുന്നത് പക്ഷെ വസ്ത്രം ധരിക്കാത്തത് പോലെയാണ് എന്ന് മുത്തനബി വിശേഷിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ. ഒട്ടകത്തിന്റെ പൂഞ്ഞ് അന്ത്യനാൾ അടുക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കഴുത്തിന് പിറകിലുള്ള പൂഞ്ഞ് പോലെ മുടി കെട്ടിവെക്കുന്ന ആളുകൾ പ്രത്യക്ഷപ്പെടും. ശരിക്കും ഇങ്ങനെ കാണുകയാണ് നമ്മൾ കണ്ണില്, അല്ലേ? ചില ആൾക്കാരെ മുടിയൊക്കെ ഇങ്ങനെ കണ്ടാല്, ചില കുട്ടികളെ മുടിയൊക്കെ കണ്ടാല്, ചില പെണ്ണുങ്ങളെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയത് കണ്ടാല് കുളിമുറിയത്തെ വല്ല കപ്പും കൊടുന്നും കണ്ട് അതിൻ്റെ ഉള്ളിൽ മുടി തിരികെ വെച്ചാണ്ട് കെട്ടിയൊക്കെ കാണാൻ തോന്നും. അങ്ങനെ ശരിക്കും ഇങ്ങനെ ആ ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ ഒട്ടകത്തിന്റെ പൂഞ്ഞ് തന്നെ. അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അച്ചടക്കമുള്ള ഒരു സമൂഹമായി മാറാനുള്ള കൽപ്പനകളാണ് ഇതൊക്കെ. അപ്പൊ ഈ ജൈബ് അങ്ങനെ ഓപ്പണായ ഭാഗം, ജൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പോക്കറ്റിനാണ് ജൈബ് എന്ന് പറയുന്നത്. അതിന് ജൈബ് എന്ന് പേരുന്നത് അതിങ്ങനെ ഓപ്പൺ ആയതുകൊണ്ടാണ്, കീശ എന്നുള്ള അർത്ഥം. അപ്പൊ ഇങ്ങനെ ഓപ്പണായ ഭാഗങ്ങൾ, അപ്പൊ അതിങ്ങനെ താഴ്ത്തിയിടും. ഈ ആയത്തൊക്കെ ഇറങ്ങിയ നേരത്തെ പടച്ചോനെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം. ബഹുമാനപ്പെട്ട മുഹാജിരിങ്ങളായ സ്വഹാബിമാരൊക്കെ ചെന്നാണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ പത്നിമാര് മുഖത്തിന്റെ വസ്ത്രങ്ങള് പരമാവധി തലയിലിട്ട വസ്ത്രങ്ങള് കീറിയിട്ട് മുഖം മറച്ചതും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ അത്രയും പടച്ചോനെ അങ്ങനെ ഉണ്ടോ, ഹിജാബിന്റെ ആയത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ശരീരം എന്നാ പിന്നെ വേറെ ആളിനി കാണാൻ പാടില്ല എന്നുള്ള കണിശത ഉള്ള ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് ചരിത്രം പരിധിയിൽ കാണും. ഇന്നൊക്കെ പ്രകടന പരിധിയാണ്. പുറത്തിറങ്ങണത് തന്നെ 4 ആൾ എന്നെ കാണട്ടെ എന്നുള്ള രീതിയിലാണ്. ഹറാമാണ്. മരിച്ചു പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താണ്? വലാ യുബ്ദീന സീനത്തുഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗി വെളിവാക്കാം ലിബുഉലതിഹിന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട്. സാധാരണ എന്തുണ്ടാകല്, ഒരു കല്യാണ സൽക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് എത്ര മണിക്കൂറാണ് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കല്. കണ്ണാടിക്ക് തന്നെ ചിലപ്പോൾ ദേഷ്യം പിടിക്കണ്ടാവും, അത്ര നേരെ കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇല്ലേ? അത്രയും സമയം നിന്ന് ഒരുങ്ങാണ്. എന്തേ? പുറത്ത് പോവാണ്, ഷോപ്പിങ്ങിന് പോവാണ്, കല്യാണത്തിന് പോവുകയാണ്. എന്നാൽ ഒരുങ്ങേണ്ടത് ആരുടെ മുമ്പിലാണ്? ഭർത്താക്കന്മാരുടെ മുമ്പിലാണ്. ഭർത്താവിന്റെ മുമ്പിലാണ് അവൾ അണിഞ്ഞൊരുങ്ങേണ്ടത്. തൻ്റെ ഭർത്താവിനാണ് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും പോലും കാണാൻ അവകാശമില്ല പ്രായപൂർത്തിയതിനു ശേഷം. എന്നാൽ തൻ്റെ ഭർത്താവിന് ഇതിന് തടസ്സമല്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ പരസ്പരം കാണുന്നതിന് ഒരു വിരോധമല്ല. പക്ഷെ അവിടെ സൂഫിയാക്കുള്ളൊരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഗുഹ്യഭാഗം കാണാൻ പറ്റുമെന്ന് ചോദിച്ചെടുത്തിട്ടുള്ള ചർച്ചയിൽ കാണാതിരിക്കാൻ നല്ലത്. കാരണം പരസ്പരം ഒരു അറപ്പും വെറുപ്പും ഇല്ലാതിരിക്കാന് അതിലേക്കുള്ള നോട്ടത്തെ ഒഴിവാക്കലാണ് നല്ലത് എന്ന് കാണാം. അതുകൊണ്ടാണ് ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഔറത്തോ ഞാൻ അവിടുത്തെ ഔറത്തോ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല എന്ന്. മസ്അല എന്താണ്? കാണാമെന്നുള്ളതാണ്. സൂക്ഷ്മത എന്താണ്? ഭർത്താവാണെങ്കിൽ പോലും ഇങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുക, അത് കണ്ട് ആസ്വദിക്കുക, അത് മറവി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ വെറുപ്പ്, അറപ്പ്, വികാരമില്ലായ്മ, താല്പര്യമില്ലായ്മ എന്നിത്യാദി കാര്യങ്ങളിലേക്കൊക്കെ അവരുടെ ലൈഫ് പോകാൻ സാധ്യത കൂടുതലാണ് എന്ന് ആധുനിക കാലത്ത് സെക്സോളജിസ്റ്റുകളും പറയുന്നുണ്ട്. പഴയ കാലത്ത് നമ്മുടെ മഹാന്മാരെ സൂഫിയാക്കളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗുഹ്യഭാഗം മറ്റൊക്കെ കാണാതിരിക്കലാണ് എപ്പോഴും നല്ലത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് കാണുന്ന എന്താണ്? നിശ്ചയം കഴിഞ്ഞാൽ മതി, നിക്കാഹൊന്നും കഴിയേണ്ട ആവശ്യമില്ല. എൻ്റെ ഉമ്മമാരെ പല ആൾക്കാർ തെറ്റിദ്ധരിച്ച് നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞതുപോലെയാണ്. അതെങ്ങനെ ശരി? നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ സീറ്റ് ബുക്ക് ചെയ്തിടും. അങ്ങനെ ഒരു ബുക്കിങ്ങേ നടന്നിട്ടുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഇത് എടുത്താണ്ട് വേറെ ആൾക്ക് പുറത്തേക്ക് ഇടാം, അല്ലെങ്കിൽ സ്വന്തം തന്നെ എടുത്ത് ഒഴിവാക്കുക. ഈ സീറ്റ് വേണ്ട, അപ്പുറത്തെ സീറ്റ് മതി. നിക്കാഹ് കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഒരു സ്ഥലത്ത് കോടതി എവിടെ പരാതിയും കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ അങ്ങനെയുള്ളത്? എന്നാൽ ഇങ്ങനെ നിശ്ചയം കഴിയുമ്പോൾ കാണുന്ന കാര്യം എന്താണ്? പരസ്പരം ചാറ്റ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു,
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു മോശം പ്രവണതയൊക്കെ ഇന്ന് കൂടി വരികയാണ്. നിശ്ചയത്തിന് വരുമ്പോ തന്നെ, മുട്ടായി കാണലിന് വരുമ്പോ തന്നെ അല്ലെ, ആ ഒരു കൊട്ടയിൽ മൊബൈൽ ഫോൺ അയക്കാറ്, ഏറ്റവും നല്ല ആപ്പിളിന്റെയും മറ്റൊക്കെ നല്ല ആൻഡ്രോയിഡ് സെറ്റ്. എന്തേ ഇനി തുടങ്ങല്ലേ വിളി? ഭയങ്കര കൂലിയുള്ള കാര്യമല്ലേ? തനിച്ച് ഹറാമാണ് ഉമ്മമാരെ ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് കൂട്ടു നിൽക്കുന്നവരാകാൻ പാടില്ല. നമ്മൾ വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന ഉമ്മമാരായി മാറാൻ പാടില്ല. നമുക്ക് അന്തസ്സോടെ പറയാൻ പറ്റൂല. നിക്കാഹ് കഴിയാതെ പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റൂല എന്ന് പറയണം. ഏറിപ്പോയാൽ ആ ബന്ധം ഒഴിവാകും, അൽഹംദുലില്ലാ എന്ന് പറയണം. നിങ്ങൾ അള്ളാഹിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ മകളുടെ ബന്ധം ഒഴിവായെങ്കിൽ നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കണം? അതിനെക്കാട്ടിലും ഹൈറായത് റബ്ബ് തരും. ആ യഖീൻ നമുക്ക് ഉണ്ടാവണം. എന്നാലും ഒരു ഹറാമായ സംഗതിക്ക് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ഒരു പെണ്ണിന് ആരോടെ പാടുള്ളൂ? നിക്കാഹ് കഴിഞ്ഞ് തനിക്ക് ഇണയാക്കി തന്ന തന്റെ തുണയായ ഇണയായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടെ അവൾക്ക് എല്ലാം കാണിച്ചു കൊടുക്കാനും പറ്റുള്ളൂ, അത്തരം രീതിയിൽ സംസാരിക്കാനും കൊഞ്ചിക്കൊഴയാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹറാമാണ്. അപ്പൊ ഭർത്താവിനൊക്കെ, എന്നാൽ ഭർത്താവിന്റെ അത്ര ഇനി ശേഷം പറയുന്ന ആൾക്കാർക്കുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ബാക്കി ഇനി പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജോലി സമയത്തും മറ്റൊക്കെ വെളിവായി പോകുന്നത് കാണാൻ പറ്റുന്ന ആൾക്കാരെയാണ് പറയുന്നത്. ഭർത്താവിന്റെ മുമ്പിൽ മുഴുവൻ അയച്ചിട്ട് ഭർത്താവിന് കാണാം എന്ന് പറഞ്ഞതുപോലെ അല്ല ബാക്കി ഇനി പറയാൻ പോകുന്ന 11 ആളുകളെ. മറിച്ച് അവിടെ കുറച്ച് ഒരു ഇളവ്, ചെറിയ ഒരു ഇളവ് നിങ്ങൾക്ക് നൽകുകയാണ്. ആരാണ് അവര്? ഇനി തൊട്ടപ്പുറത്ത് പറയുന്നു, വലായുബ്ദീന സീനത്തുഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന, ഭർത്താക്കന്മാർക്ക് ഒഴികെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഔ ആബായിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ബാപ്പമാര്, അമ്മോശം കാക്കമാര്. ഇവിടെ പ്രത്യേക കാര്യം മനസ്സിലാക്കണേ. ചില കോണുകളിൽ നിന്നെങ്കിലും നമ്മൾ മോശം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മോശന്മാര് മരുമക്കളെ പീഡിപ്പിച്ചതിൻ്റെയും യൂസ് ചെയ്തതിൻ്റെയൊക്കെ കഥകൾ. അപ്പൊ അങ്ങനെ ഒരു വൈകാരികമായിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരു ഭർത്താവിന്റെ പിതാവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ പിന്നെ തീരെ പറ്റൂല. അന്യരായ ഒരാളെ മുമ്പിൽ എങ്ങനെയാണോ നിങ്ങൾ പ്രത്യക്ഷപ്പെടാം, അതേപോലെ ഭർത്താവിന്റെ ബാപ്പാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. കാരണം അയാള് മോശം സ്വഭാവക്കാരനാണ്, അയാൾ ഫാസിക്കാണ്, ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അല്ലാതെങ്കിലോ കാണുന്നതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ചില ഭാഗങ്ങൾ കാണുന്നതിന് പ്രശ്നമില്ല. ഭർത്താവിന്റെ ബാപ്പയാണ്. ഭർത്താവ് തൊലാക്ക് ചൊല്ലിയാൽ പോലും ആ പെണ്ണിനെ ഭർത്താവിന്റെ ബാപ്പ കെട്ടാൻ പാടില്ല. അത്ര വിശുദ്ധമായൊരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അമ്മശാക്കാരനെ തൊട്ടാലും നൂന്ന് മുറിയില്ല എന്ന് പറഞ്ഞെന്താണ്? ഭർത്താവിന് തൊട്ടാൻ മുറിയും, ഇപ്പുറത്തോ അത് മുറിയില്ല. അതൊരു വിശുദ്ധ ബന്ധമാണ്. സ്വന്തം ബാപ്പാനെ പോലത്തെ ഒരു ബന്ധമാണത്. അതുകൊണ്ട് തന്നെ അപ്പൊ ആബായിഹിന്ന എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഉപ്പമാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെയാണോ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതേപോലെ പ്രത്യക്ഷപ്പെടാൻ പറ്റൂല. അതുപോലെ ആബായി ബുഊലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഉപ്പമാരുടെ മുമ്പിൽ, ഔ അബ്നായിഹിന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിലൊക്കെ പറഞ്ഞതുപോലെ കാണിക്കാൻ പറ്റുന്നതേ കാണിക്കാവൂ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെളിവായി പോകുന്നത് മോനല്ലേ എന്ന് കരുതിയാണ്ട് എല്ലാം ഓപ്പൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലെ ഉമ്മാന്റെ റൂമിലേക്ക് അല്ലെങ്കിൽ ബാപ്പാന്റെ റൂമിലേക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് സമ്മതം ചോദിച്ചിട്ട് ചെല്ലണം. കാരണം അവരുടെ ഔറത്ത് കാണാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. ഓക്കെ. ഔ അബ്നായി ബുഊലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ മക്കള്. അതാരാ? ഭർത്താക്കന്മാര് നിങ്ങളെ കൂടാതെ മറ്റൊരു ഭാര്യ ഉണ്ടെങ്കിൽ, അതിൽ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ നിങ്ങളെ മക്കളെ പോലെയാണ്. നിങ്ങളെ മക്കൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഭർത്താവിന്റെ മറ്റു ഭാര്യയിലുണ്ടായ മക്കളും. അവരുടെ മുമ്പിലും കുറച്ച് ഈ പറഞ്ഞതുപോലെ വെളിവാക്കുന്നതിന് തടസ്സം ഇല്ല. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാര്, സ്വന്തം സഹോദരന്മാരിട്ടോ, സ്വന്തം സഹോദരന്മാരോട് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളെ സഹോദരന്മാർ കസിൻ ബ്രദേഴ്സ് അല്ല. ശരിക്കും മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മൂത്തമ്മാന്റെ മക്കള്, ആൺകുട്ടികള് നിങ്ങൾക്ക് ആങ്ങളെയാണ്, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റുന്നവരാണ്. നിങ്ങളുടെ അമ്മാവന്റെ ഉമ്മാന്റെ ആങ്ങളയുടെ മക്കള് നിങ്ങളുടെ ആങ്ങളമാരാണ്, നിങ്ങളെ കസിൻ ബ്രദേഴ്സ് ആണ്. ഒരിക്കലും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നവരല്ല.
നിങ്ങളെ കല്യാണം കഴിക്കാം അവർക്ക് അന്യരായ ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണോ സഞ്ചരിക്കുക ആ നിയമങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. ഇന്ന് നമ്മുടെ നാട്ടില് കൂടി വരുന്നൊരു പ്രവണതയാണ് ഭർത്താക്കന്മാരൊന്നും ഇല്ലാതെ ഭാര്യമാര് ടൂർ പോവുക, കൂട്ടത്തിൽ കസിൻ ബ്രദേഴ്സ് മാത്രം ഉണ്ടാകുക. പച്ച തോന്നിയാസല്ലേ അത്? ഏത് നിലക്കാണത്? ഏത് മസാല പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ന്യായീകരിക്കുക പ്രിയപ്പെട്ടവരെ? കസിൻ ബ്രദേഴ്സിന്റെ കൂടെ യാത്ര പോവുക, ടൂർ പോവുക പറ്റൂല. ഞാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ദീനാണിത്. പറയാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കണം, സ്വന്തം സഹോദരന്മാരെ മുമ്പിൽ എങ്ങനെയാണോ അങ്ങനെയല്ല മറ്റൊരു മുമ്പിൽ വേണ്ടത്. കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് ചിലപ്പം പിന്നെ മൂത്താപ്പാന്റെ മകനുണ്ടാകും, ഓനും പ്ലസ് ടുവിലാണ് ഇവളും പ്ലസ് ടുവിലാണ്. രണ്ടാളും റൂമിൽ വാതിലടച്ചിരിക്കുക, പേര് കമ്പൈൻ സ്റ്റഡി. ഒരു പരീക്ഷയ്ക്ക് അടുത്തല്ലേ, ഒരുമിച്ച് പഠിച്ചാണ്. എന്ത് പഠനം? തനിച്ച ഹറാമല്ലേ ഇത്? വീട്ടിലേക്കൊക്കെ പറയാതെ അങ്ങോട്ട് കയറി വരിക. വയസ്സറിയിച്ച പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലേക്ക് കസിൻ ബ്രദേഴ്സൊക്കെ കയറി വരിക, എന്നിട്ടോ വന്നിട്ട് ഹഗ് ചെയ്യുക, ഷെയ്ക്കാൻഡ് കൊടുക്കുക. അത്ര മോശം സ്വഭാവമാണിത്. പടച്ചോൻ പൊറുക്കൂല കേട്ടോ. നല്ലോണം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കല്യാണത്തിനൊക്കെ ചെന്നാൽ ആങ്ങളമാരെ കണ്ടതുപോലെയാണ് കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഹഗ് ചെയ്യുന്നു, ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു, സലാം പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്തൊരു മോശം സംസ്കാരമാണിത്. പാടില്ലാത്തതാണ്. അവരന്യരാണ്. പിന്നെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം സഹോദരിമാരുടെ മക്കൾ യഹ്വാനിഹിന്ന എന്ന് പറഞ്ഞിട്ട് ഔബനി യഹ്വാനിഹിന്ന, നിങ്ങളുടെ സഹോദരന്മാരുടെ മക്കള് അല്ലെ, നമ്മുടെ ആങ്ങളന്റെ കുട്ടികള്, നമ്മുടെ ആങ്ങളയുടെ കുട്ടികള് ഓരോ മുമ്പിൽ സ്വന്തം ആങ്ങള, നേരത്തെ പറഞ്ഞ കസിൻ ബ്രദേഴ്സിന്റെ അല്ല, സ്വന്തം ബാപ്പി ഉമ്മയൊത്ത സ്വന്തം സഹോദരന്റെ മക്കള്, ഔബനി അഹ്വാത്തിഹിന്ന അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കള്, അവരുടെ മുമ്പിലും നിങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ അല്ലെങ്കിൽ അനിയത്തിയുടെ ഒക്കെ മക്കളുണ്ട്. അവർ വലുതായാലും പ്രായപൂർത്തിയായാലും ഒക്കെ അവർ നിങ്ങളെ മക്കളെ പോലെ തന്നെയാണ്, കുഴപ്പമില്ല. ഔ നിസായിഹിന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാരികള്, അയലോക്കത്തെ പെണ്ണുങ്ങള്. സൂക്ഷ്മത പുലർത്തണം. നിങ്ങൾ കുളിക്കാൻ പോയി, ആരും കാണുന്നില്ല, കുളിക്കടവില് പിന്നെ അപ്പുറത്തെ സഹോദരി ആണുള്ളത്, നിങ്ങളുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കൂടെ കണ്ടാല് സ്വാഭാവികമായിട്ടും ഇവിടെ അലക്കണ സമയത്ത് കാണുന്ന ചില പാർട്ടുകൾ കുഴപ്പമില്ല. മലക്ക് തൈമാനുഹുന്ന, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള, അത് പഴയ കാലത്ത് ഇപ്പൊ ഇല്ല, അടിമകള് അല്ലേ? യജമാനന്മാർക്ക് അടിമകളായിട്ട് ശാരീരിക ബന്ധം പോലും പുലർത്താം എന്നാണ് ഇസ്ലാമിക വിധി. അപ്പൊ അവരുടെ മുമ്പിൽ പ്രശ്നമല്ല. ഇനി അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാലി, നേരത്തെ പറഞ്ഞതുപോലെ ആണുങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ, നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾ, ചിലപ്പോൾ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അന്യനൊക്കെ ആയിരിക്കാം. പക്ഷെ അവർക്ക് എന്തില്ല, ഒരിങ്ങനെ വിശന്നാ ഭക്ഷണം കഴിക്കണം. നമ്മൾ എന്താ പറയുക, മന്ദബുദ്ധിക്കാര് എന്നൊക്കെ പറയാറില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കാണാം ചിലപ്പം അല്ലേ? അവർക്ക് വേറെ വിചാരങ്ങളൊന്നുമില്ല, വിശന്ന ഭക്ഷണം കഴിക്കണം, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തിന്നും. അല്ലാതെ ഇതിപ്പോ ഒരു പെണ്ണാണ്, ആ പെണ്ണിനോട് ഇങ്ങനെ ചിന്തകളോ വിചാരമോ അങ്ങനെയൊന്നുമില്ല. ബുദ്ധിയുടെ വളർച്ച എത്താത്ത ആളുകൾ, അങ്ങനത്തെ ആൾക്കാർ ഓരോ ഓൽക്കിപ്പോ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ അവർത്ത് കാണിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഓൽക്കിത് അറിയില്ല. അപ്പൊ ഇങ്ങനെ അറിയാതെ നിങ്ങൾ വെളിവായി പോകുന്ന ബാങ്കൾ ഓരോ മുമ്പിൽ ആയാൽ അതും കുഴപ്പമില്ല. പിന്നെ പറഞ്ഞത് തിഫിൽ, കുട്ടികളെ മുമ്പിൽ, അയലോക്കത്തെ കുട്ടികളാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കസിൻ ബ്രദേഴ്സിന്റെ കുട്ടികളൊക്കെ ആകാം. പക്ഷെ എങ്ങനത്തെ കുട്ടികളാണ്? നേരത്തെ നിങ്ങളെ സ്വന്തം മക്കളെ പറഞ്ഞു, ഇത് അതല്ല, ഇത് വേറെ തിഫിലാണ്. എന്ത്? ഒരു പെണ്ണെന്താണ്, ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണ് എന്ന് അറിയാത്ത പ്രായത്തിലുള്ള കുട്ടികൾ, ഓരോ മുമ്പിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനത്തെ അത് അങ്ങനെ ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടാലൊന്നും ഇവർക്ക് അത്തരം ചിന്തകളൊന്നും ഉണ്ടാകൂല. അങ്ങനത്തെ കുട്ടികൾക്ക് പ്രശ്നമില്ല. പിന്നെ പറയുന്നത് ആരാണ്? അർജുലിഹിന്ന, നിങ്ങളുടെ കാലുകളെ നിങ്ങൾ വെളിവാക്കരുത്. എന്തിനീന, നിങ്ങൾ മിൻസീനത്തിഹിന്ന, നിങ്ങളെ മറച്ചു വെച്ച സൗന്ദര്യത്തെ വെളിവാക്കാൻ. മറച്ചു വെച്ച സൗന്ദര്യത്തെ വെളിവാക്കാനാല് അല്ലെ, പാദസരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കാലൊക്കെ ഒന്ന് പൊക്കുക ആൾക്കാരടിയിൽ നിന്ന്. അങ്ങനെ ഉണ്ടാകരുത്. മാ ലൊഹറ മിൻഹ എന്നാ പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് വെളിവായി പോകുന്നത്, ഇത് മനഃപൂർവ്വം ചെയ്യാണ്. ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ തണ്ടൻ കാലൊക്കെ ഒന്ന് കണ്ടോട്ടെ, എന്റെ കാലിന്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടോട്ടെ, അങ്ങനെ പാടില്ല. സൗണ്ടുള്ള പോകുന്നവരെ വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്ത്രീകളെ എന്ത് ചെയ്തിട്ടുണ്ട്? വല്ലാതെ വിലക്കിയിട്ടുണ്ട്.
അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ സൗണ്ടില്ല, പാദസരങ്ങളൊന്നുമില്ല, എന്നാലും കാണാൻ വേണ്ടിയിട്ടാകരുത് അല്ലേ. മാല ഉണ്ട്, മാല കാണാൻ വേണ്ടിയിട്ട് മാറൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുക. വളയുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങളെ ഓപ്പൺ ആക്കുക. ലക്ഷ്യം എന്താ? നാലാൾ കാണട്ടെ. അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ ലക്ഷ്യത്തിൽ നിങ്ങളെ മറച്ചു വെച്ചത് നിങ്ങൾ സൗന്ദര്യം അറിയിക്കാൻ പാടില്ല. അത് വലിയ തെറ്റുള്ള കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയണേ, വതൂബു ഇലല്ലാഹി ജമീഅ. നിങ്ങളെ മനുഷ്യനല്ലേ, തെറ്റുപറ്റിപ്പോകും. സ്വാഭാവികം. ഓരോ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ ഒരു പക്വതയില്ലായ്മയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ പടച്ചവനോട് തൗബ ചെയ്യണേ. തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്യാതെ മരിക്കരുത്. ജമീഅ എന്നാ പറഞ്ഞത്. എല്ലാവരും ഇതിൽ പറഞ്ഞ ഇത് കാണാൻ പാടില്ലാത്തത്. ഇപ്പൊ ഇങ്ങനെ സഹോദരിന്റെ ഔറത്തിലേക്ക് ആങ്ങളൊന്നും ഇങ്ങനെ നോക്കി, ആങ്ങൾക്ക് എന്തോ ഒരു സഹോദരന്റെ ഔറത്തുണ്ട് പോനൊരു ആസ്വാദനം സംഭവിക്കാലോ. തിരിച്ചും സ്വന്തം ബാപ്പാക്ക് തന്നെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞപ്പോ മകളെ നോക്കിയപ്പോ ഒരു പരിധിക്കാൻ അപ്പുറത്ത് മകളെ ഇരുത്തിരുത്തുന്നതിനും കിടത്തെടുക്കുന്നതിനൊക്കെ പ്രശ്നങ്ങളല്ലേ. എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അപ്പൊ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും മോശം ചിന്തകളും വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് സൂക്ഷിക്കണം. ഉണ്ടായിപ്പോയാൽ നിങ്ങൾ തൗബ ചെയ്യണം. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ. അവിടെ എല്ലാവരും ആമായിട്ട് പറയാണ്, മുഅ്മിനീങ്ങളായ ആണുങ്ങളെ പെണ്ണുങ്ങളെ. എന്തിന്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കണം. നാളെ പടച്ചോന്റെ കോടതിയിൽ വരുമ്പോൾ പരാജയപ്പെട്ടവരായിട്ട് അള്ളാഹു തന്ന ജീവിതം അത് തോന്നിയ പോലെ ജീവിച്ചു തീർത്തിട്ട് പടച്ചോന്റെ മുമ്പിൽ വരുമ്പോൾ കൈ കടിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവണമെങ്കിൽ പടച്ചോൻ പറഞ്ഞതുപോലെ ജീവിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം കുറച്ച് ദൈർഘ്യമായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഇരുന്ന് ശരിക്ക് ശ്രദ്ധിക്കുക, കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുക. അള്ളാഹു തആല നമുക്ക് അവൻ പറഞ്ഞതനുസരിച്ച്, അവന്റെ മുത്തുനബി പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ ഔറത്തുകളൊക്കെ ശരിക്ക് സൂക്ഷിച്ചുകൊണ്ട് പടച്ചോൻ പൊരുത്തപ്പെട്ട രീതിയിൽ തന്നെ ജീവിച്ച് ആക്കിബത്ത് നന്നായി നമ്മളെ പരിസരത്തൊക്കെയുള്ള ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആക്കിബത്ത് നന്നായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഭരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.